അപ്പം ഞാൻ കുറച്ച് മുന്നേ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ കൂർക്ക നടുന്നത്. അപ്പോൾ കൂർക്ക നടുന്നത് രണ്ട് രീതിയിലാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കറിക്ക് കൂർക്ക വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പം ചില സമയത്ത് നമുക്ക് വാങ്ങിക്കുന്ന ആ ഒരു കൂർക്ക നമുക്ക് ഈ ചെറിയ കുഞ്ഞു കൂർക്കൊക്കെ ഉള്ള സമയത്ത് നമ്മളത് ചിലപ്പോൾ ഒക്കെ കറിക്ക് നന്നാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള ആ കുഞ്ഞു കൂർക്ക ഞാൻ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ ഇങ്ങനെ നട്ട് വെച്ചതായിരുന്നു കേട്ടോ. നട്ട് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് അത് ഒന്ന് വളർന്ന് ഇലകളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ തലപ്പ് വറച്ചിട്ട് ഒടിച്ചെടുക്കുക. തലപ്പ് ഒടിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതേപോലെ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ നട്ടിട്ട് മണ്ണിലേക്ക് ഇതുപോലെ ഇങ്ങനെ തടം പോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ മധുരക്കിഴങ്ങൊക്കെ നടാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ, അതേപോലെ എടുത്തിട്ട് നട്ടതാണ് കേട്ടോ. കണ്ടോ, കൂർക്ക അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂർക്കയാണ് കേട്ടോ. നല്ലൊരു കുഞ്ഞി പൊട്ടറ്റോൻ്റെ ഒക്കെ വലിപ്പമുള്ള അത്യാവശ്യം നല്ല കൂർക്കയാണ്. അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് കറിക്കൊക്കെ എടുത്തു കേട്ടോ. അപ്പം എടുത്ത സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ ബാക്കി വെച്ചതായിരുന്നു. അമ്മേനോട് ഞാൻ പറഞ്ഞു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കി പറിക്കണ്ടെന്ന്. അപ്പം ആ ഒരു ബാക്കിയാണ് കേട്ടോ ഞാൻ പറിച്ചെടുക്കുന്നത്. അപ്പം ഇങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് ഒരു നേരമെങ്കിലും കറി വെക്കാൻ അത്യാവശ്യം നന്നായിട്ട്, ഒരു നേരമല്ല ഇപ്പം ഞങ്ങളിത് കറി വെക്കുന്നത്, കാരണം അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ. കണ്ടോ, നല്ല വലിപ്പമാണ് കേട്ടോ കൂർക്കയ്ക്ക്. ഞാൻ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കമ്പോസ്റ്റാണ് കേട്ടോ, ഇച്ചിരി ചെറിയൊരളവിൽ നമ്മൾ നടുന്ന സമയത്ത് ഇട്ട് കൊടുത്ത്, പിന്നെ ചാരം ചെറുതായിട്ടൊക്കെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തേന്ന്, കേടൊന്നും വരാതിരിക്കാനും കീടങ്ങളെ ശല്യം ഒന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ കേട്ടോ. അപ്പം അതാ ഈ രണ്ട് ഇങ്ങനെ ചോടായിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുക്കള ഭാഗത്തായിരുന്നു, ബാക്ക് വശത്തായിരുന്നു കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു റിസൾട്ട് വീഡിയോയിൽ കാണിക്കണമെന്ന്. അപ്പോൾ പറിക്കുന്ന സമയമൊക്കെ ഒന്നെങ്കിൽ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇല്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ കൂർക്ക പറിക്കുകയായിരുന്നു കേട്ടോ പണി. അപ്പോൾ നമ്മളിതാ പറിച്ച കൂർക്കൊക്കെ ഇതുപോലെ കൊട്ടയിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൂർക്ക നന്നാക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ നമുക്ക് തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ തല്ലിയാൽ മതി, പെട്ടെന്ന് തൊലി പോകും കേട്ടോ. കാരണം ഈ കൂർക്ക പറഞ്ഞാൽ വലിയ കൂർക്ക, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുഞ്ഞി കുട്ടി കൂർക്കയൊന്നുമല്ല. കണ്ടോ, ഇത്ര വലിപ്പമുള്ള കൂർക്കയാണ് കേട്ടോ. പിന്നെയും കുറേ പറിക്കാനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് ശരിക്കും ഒരു 2 കറിയൊക്കെ വെക്കാനുള്ള കൂർക്ക ഉണ്ട് കേട്ടോ. നല്ല മസാല കറി വെച്ചാലും തോരൻ വെച്ചാലും മേക്ക് വരട്ടി വെച്ചാലും ഒക്കെ അടിപൊളിയാണ് കൂർക്ക. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നടാം. അപ്പം ഇന്ന് നമ്മൾ കൂർക്ക നടുന്നത് ഇതുപോലത്തെ ഓടിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ 2 ഓടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എളുപ്പത്തിലുള്ള കൃഷിയാണ്. ഞാൻ പറഞ്ഞു കൂർക്ക നടുന്നത് ഒരു രീതിയിലല്ല, 2 രീതിയിലാണ്. അപ്പം ഞാൻ പൊട്ടറ്റോ നട്ടതാണ് കേട്ടോ, PVC പൈപ്പിൽ. ഇപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ നമ്മൾ ഓടിൽ നടുന്ന വീഡിയോ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ ചെയ്യാം. ഇതുപോലെ ഓട് പണ്ടത്തെ വേണ്ടാത്ത നമ്മൾ ചാരി വെച്ചിട്ടുള്ള കളഞ്ഞിട്ടുള്ളൊക്കെ ഓട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. ഇപ്പം കണ്ടോ, ഞാൻ ഇപ്പുറത്ത് നമ്മുടെ സവോളയാണ് കേട്ടോ, ചെറിയ കൊച്ചുള്ളി സവോളയൊക്കെയാണ് ഞാൻ ഈ നട്ട് വെച്ചിട്ടുള്ളത്. അതാണെങ്കിൽ നമുക്ക് ഇഷ്ടികയിലാണ് കേട്ടോ നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓട് നിങ്ങൾക്ക് എത്ര ഓടുണ്ടോ അതിനനുസരിച്ച് ഷേപ്പിലാക്കി ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടിക എടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിതാ 4 ഓട് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി ഒരു കയറ് വെച്ചിട്ട് മെല്ലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കെട്ടോ 1 കെട്ടോ, ഒന്ന് അടിയിലും ഒന്ന് മുകളിലായിട്ട് കെട്ടാം. അപ്പം ഞാൻ സെൻറ്ററിൽ തന്നെ ഒരു കയറ് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് കെട്ടുന്നതിൻ്റെ മുന്നേ ഒരു ഓട് വീണ് പോയി കേട്ടോ. അപ്പം അതും കൂടി നമ്മൾ കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് ഒരുപാട് ടൈറ്റ് ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ലൂസായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ചെറിയ ഒത്തിരി വണ്ണമില്ലാത്ത കെയറാണെങ്കിലും മതി കേട്ടോ. ഞാനിപ്പോൾ എനിക്കിതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഓടൊക്കെ എടുത്തിട്ട് നമുക്ക് ചെടികൾ, അതും ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബോൾസം, അതുപോലെ തന്നെ നമ്മുടെ കോളിയാസ് ചെടിയൊക്കെ നട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഓടിൽ നല്ല തിങ്ങി നിറഞ്ഞ് നല്ല കൊല കുത്തി നിൽക്കും ചെയ്യും, കാണാനും നല്ല ഭംഗി. പിന്നെ ഓടിന് നല്ല ഇപ്പോൾ വീട്ടിൽ വേണ്ടാത്ത കളയുന്ന പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതടിച്ചു കൊടുത്താലും കുറച്ചും കൂടി ഭംഗിയാണ്. ഇപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ ചതുരത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ്. അപ്പം നമ്മൾ കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കരിയില ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വേരോട്ടം നടക്കാനും നല്ലതാണ്. പിന്നെ ഇപ്പം ഇത് ചട്ടിയും കാര്യങ്ങളൊന്നും അല്ല, ഇതുപോലെ
ഇതുപോലെ നമുക്ക് മുറ്റത്തോ അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് സൗകര്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ ചെയ്തു വെക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുക്കള വശത്തിൻ്റെ ബാക്കിലാണ് ഇത് ചെയ്യുന്നത്, കാരണം എനിക്ക് അവിടെയാണ് ഇച്ചിരിയും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഏത് വേണമെങ്കിലും പോട്ടി മിക്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് ഇട്ട് കൊടുത്തൊന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മുടെ പിന്നെ ഓടിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ആ ഒരു കട്ടിയും കല്ലും എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ലെവലാക്കി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് നന്നാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ എല്ലാ കോലും കമ്പും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നടാനുള്ള കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഈ കൂർക്ക കണ്ടോ, ഇതൊക്കെ ഞാൻ കുറേ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുഞ്ഞു കൂർക്കൊക്കെ ഞാൻ തിരിഞ്ഞു വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ കൂർക്ക മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതിനൊക്കെ കുഞ്ഞു കുഞ്ഞു മുള വന്നിട്ടുണ്ട്. അപ്പോൾ കൂർക്ക എങ്ങനെ മുളപ്പിക്കുന്നതെന്ന് അറിയാം, അതും ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു കേട്ടോ. നമുക്കൊന്നെങ്കിൽ തുണിയിൽ കൂർക്ക നനച്ച് പൊതിഞ്ഞ് വെച്ചാൽ മതി, അല്ലെങ്കിൽ തുണി നനയ്ക്കുക, എന്നിട്ട് അതിലേക്ക് കൂർക്ക ഇട്ടിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ എന്തിലെങ്കിലും അടച്ചു വെക്കുക. ഒരു 10 ദിവസം ആകുമ്പോഴേക്ക് എല്ലാ കൂർക്കയും ചെറുതായിട്ട് മുള പൊട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, തളിർപ്പ് കുഞ്ഞ് ഇലൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചാലും മതി. പേപ്പർ എടുത്ത് പേപ്പറിൽ ഇതുപോലെ നനച്ച് പൊതിഞ്ഞ് വെക്കുക കേട്ടോ. അതൊരു 5-6 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് മുള പിടിക്കും കേട്ടോ. അപ്പം ഞാനിതാ ഓരോ കൂർക്കയും ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കൂർക്കയാണ് കേട്ടോ ഒക്കെ. ഇത് പറഞ്ഞാൽ നമുക്ക് കറിക്ക് നന്നാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ഞാനിങ്ങനെ വാങ്ങിക്കുന്ന കൂർക്ക ഏറും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കും. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മാസമോ ദിവസമോ കാലം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള മാസമൊക്കെ നടാട്ടോ കൂർക്ക എപ്പോൾ നട്ടാലും നന്നായിട്ടുണ്ടാവും. കൂർക്കേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കാൻ മടിയുള്ളവർ നന്നായിട്ട് ഇതുപോലെ പൊതിയിട്ട് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് 2-3-4 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് കരിയില ഇട്ട് പൊതിയിട്ട് എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂർക്ക ഇതുപോലെ വളർന്ന് വരും. കണ്ടോ, ഇത് നമ്മുടെ കൂർക്കയാണ് കേട്ടോ ഇതുപോലെ ആയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൂർക്കേൻ്റെ തലപ്പ് ഇലകളുണ്ടല്ലോ അതൊന്ന് ഒടിച്ചെടുത്ത ഇല ഇതുപോലെ നിങ്ങൾക്ക് ഓടിലോ അല്ലെങ്കിൽ എന്തിലാണ് നിങ്ങൾ പോട്ടി മിക്സ് റെഡിയാക്കിയത്, ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഇതിലാന്ന് വെച്ചാൽ അതിലേക്ക് ഈ കട്ട് ചെയ്തെടുത്ത തലപ്പുകൾ അതിങ്ങനെ നമ്മൾ ഒടിച്ചെടുക്കുമല്ലോ, തലപ്പ് ഒടിച്ചെടുക്കുമല്ലോ, ആ തലപ്പ് നമ്മളിതാ ഇതുപോലെ കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്ര സിമ്പിളാണ്. ഇതാണ് കൂർക്കയായിട്ട് പിന്നീട് മാറുന്നത്. അല്ലാതെ നമ്മൾ നട്ടിട്ടുള്ള കൂർക്കയല്ല കൂർക്ക. അതിൻ്റെ തലപ്പ് ഇങ്ങനെ ഒടിച്ചാണ് കുത്തി കൊടുക്കേണ്ടത്. ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.